ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അത് പോയി കാണാം. കാരണം പുതിയ സിലബസാണ്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റോഹൻസ് പെറ്റ് ഡോഗ്. റോഹൻ ഹാഡ് എ പെറ്റ് ഡോഗ് നെയ്മഡ് മാക്സ്. റോഹന് ഒരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് മാക്സ് എന്നുള്ളത്. മാക്സ് വാസ് എ ഗോൾഡൻ റിട്രൈവർ. ഹി വാസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ലോയൽ എന്നാണ്. മാക്സ് എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ലോയലായിട്ടൊക്കെ പെരുമാറുന്ന ഒരു ഡോഗായിരുന്നു. റോഹൻ ലവ്ഡ് പ്ലേയിങ് വിത്ത് മാക്സ്. റോഹന് ഈ മാക്സുമായിട്ട് കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ദേ വുഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവരെന്താണ് ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫെച്ച് ആൻഡ് റൺ അറൗണ്ട് ഇൻ ദ പാർക്ക്. ഫെച്ച് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ പാർക്കിന് ചുറ്റും ഓടിയിട്ടൊക്കെ കളിക്കാറുണ്ട്. വൺ ഡേ റോഹൻസ് ഫാമിലി വെൻറ്റ് ഓൺ എ പിക്നിക്. ഒരു ദിവസം റോഹൻ്റെ ഫാമിലി ഒരു പിക്നിക്കിന് പോവുകയാണ്. മാക്സ് കെയിം എലോങ് ടു. മാക്സും അവിടെ കൂടെ പോകുന്നുണ്ട്. അറ്റ് ദ പിക്നിക് സ്പോട്ട് മാക്സ് റാൻ അറൗണ്ട് ആൻഡ് പ്ലേ വിത്ത് റോഹൻ. ആ ഒരു പിക്നിക്കിൻ്റെ സ്ഥലത്ത് മാക്സ് ഇങ്ങനെ ചുറ്റും ഓടുകയാണ്. എന്നിട്ട് റോഹനുമായിട്ട് കളിക്കുകയാണ്. ആഫ്റ്റർ എ വൈൽ റോഹൻസ് ഫാമിലി സാറ്റ് ഡൗൺ ടു ഈറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മാക്സ് സാറ്റ് ബിസൈഡ് ദം. അങ്ങനെ മാക്സ് എന്താണ് അവരുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. വാഗിങ് ഹിസ് സ്റ്റൈൽ. അങ്ങനെ അവൻ്റെ ആ ഒരു വാലിങ്ങനെ ഇട്ടിട്ട് ആട്ടുകയാണ്. റോഹൻസ് മോം ഹാഡ് പാക്കറ്റ് സാൻഡ്വിച്ച്, ഫ്രൂട്ട്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫോർ ദ പിക്നിക്. അപ്പോൾ റോഹൻ്റെ മമ്മയുടെ കയ്യിൽ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം പിക്നിക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. റോഹൻ ഷെയർഡ് ഹിസ് ബിസ്ക്കറ്റ് വിത്ത് മാക്സ്. റോഹൻ്റെ ബിസ്ക്കറ്റ് മാക്സുമായിട്ട് ഷെയർ ചെയ്തു. മാക്സ് എൻജോയ്ഡ് ദ ബിസ്ക്കറ്റ് ആൻഡ് ലിക്ഡ് റോഹൻസ് ഫേസ്. മാക്സിന് ആ ബിസ്ക്കറ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയും റോഹൻ്റെ ഫേസിൽ ഒന്നിങ്ങനെ ലിക്ക് ചെയ്യുകയും ഒന്നിങ്ങനെ തലോടുകയും ചെയ്തു. ഇൻ ദ ഈവനിങ്. അങ്ങനെ ഈവനിങ് ആയി. റോഹൻസ് ഫാമിലി റിട്ടേൺഡ് ഹോം. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മാക്സ് വാസ് ടയേർഡ് ബട്ട് ഹാപ്പി. മാക്സ് വളരെ ടയേർഡായിരുന്നു, വളരെ ക്ഷീണിച്ച് ഉള്ള അവസ്ഥയിലായിരുന്നു, പക്ഷേ വളരെ ഹാപ്പിയുമായിരുന്നു. റോഹൻ ഹഗ്ഡ് മാക്സ് ആൻഡ് സെഡ്. അങ്ങനെ റോഹൻ എന്ത് ചെയ്തു, മാക്സിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ ദ ബെസ്റ്റ് ഡോഗ് ഇൻ ദ വേൾഡ് മാക്സ്. നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഡോഗ് എന്ന് പറഞ്ഞു മാക്സിൻ്റെ അടുത്ത്. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെയുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻസ്? വാട്ട് വാസ് ദ നെയിം ഓഫ് റോഹൻസ് പെറ്റ് ഡോഗ്. റോഹൻ്റെ പെറ്റ് ഡോഗിൻ്റെ പേരെന്താണ്? മാക്സ്. വാട്ട് ബ്രീഡ് വാസ് മാക്സ്. മാക്സ് എങ്ങനെയുള്ളൊരു നായയായിരുന്നു? ഗോൾഡൻ റിട്രൈവർ ആയിരുന്നു. തേർഡ് വൺ, വാട്ട് ഗെയിംസ് ഡിഡ് റോഹൻ പ്ലേ വിത്ത് മാക്സ്. റോഹന് മാക്സുമായിട്ട് കളിച്ചിട്ടുള്ള ഗെയിംസ് ഏതൊക്കെയായിരുന്നു? ഹൈഡ് ആൻഡ് സീക്ക്, ഫെച്ച് ആൻഡ് റണ്ണിങ് അറൗണ്ട് ഇൻ ദ പാർക്ക്. ഇതൊക്കെയായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് റോഹൻസ് ഫാമിലി ഗോ ഓൺ എ പിക്നിക്. എവിടെയാണ് റോഹൻ്റെ ഫാമിലി പിക്നിക്കിന് പോയിട്ടുള്ളത്? ടു എ പിക്നിക് സ്പോട്ട്. ഓക്കെ, എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, പിക്നിക് സ്പോട്ടാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മാക്സ് ഡു വൈൽ റോഹൻസ് ഫാമിലി വാസ് ഈറ്റിംഗ്. റോഹൻ്റെ ഫാമിലിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സ് എന്താണ് ചെയ്തത്? മാക്സ് സാറ്റ് ബിസൈഡ് ദം. അവരുടെ തൊട്ടടുത്ത് ഇരുന്നു. അതുപോലെ വാഗിങ് ഹിസ് സ്റ്റൈൽ. അവൻ്റെ ആ ഒരു വാലിങ്ങനെ ഇട്ടിട്ട് ആട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത്. ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും. ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. ഡയറി എൻട്രി ആണ്. മൈക്കിൾ ടീം വോൺ ദ ഗെയിം. മൈക്കിളിൻ്റെ ടീം ഗെയിമിലൊക്കെ ജയിച്ചു. ഹി വാസ് വെരി ഹാപ്പി. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ഹി റോട്ട് ഹിസ് ഫാമിലി ഇൻ ഹിസ് ഡയറി. അങ്ങനെ മൈക്കിൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ കൂടെ ഡയറി ആയിട്ട് എഴുതാണ്. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി. അങ്ങനെ എന്തായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക? ആ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്ത് വേണം? ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം, ഡേറ്റ് വേണം, ഡേയും വേണം അല്ലേ? അപ്പോൾ 6 ജാനുവരി 2021 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡിയർ ഡയറി. ഓക്കെ, ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ. ഇന്ന് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? മൈ ടീം വോൺ ദ ഗെയിം. എൻ്റെ ടീം ഗെയിമിൽ ജയിച്ചു. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. ഐ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഐ ഈവൻ സ്കോർഡ് പോയിന്റ്. ഞാൻ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അതുകൊണ്ടാണ് എനിക്ക് ആ പോയിൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വേർ ദർ. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ദേ
ആൻഡ് ദേ cheered ഫോർ മീ. അവരൊക്കെ എന്നെ സന്തോഷത്തിൽ ആക്കി. ഇറ്റ് ഫെൽറ്റ് അമേസിങ് ടു ഹിയർ ദം. അവർക്കൊക്കെ ഇത് വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. എനിക്കെന്താണ് ബാസ്കറ്റ് ബോൾ കളിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. ആൻഡ് ഐ കാൺ വെയിറ്റ് ടു പ്ലേ അഗെയിൻ. എനിക്ക് ഇനിയും കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. ഐ ഹോപ്പ് വി ക്യാൻ വിൻ മോർ ഗെയിംസ് ടുഗെദർ ആസ് എ ടീം. ഒരു ടീം എന്ന നിലക്ക് ഇനിയും നന്നായിട്ട് കളിക്കാനും ഇനിയും വിജയിക്കാനൊക്കെ എനിക്ക് കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഡയറി എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി നമ്പർ 3 ആണ്, ഒരു സ്ക്രിപ്റ്റാണ്. ദ നേച്ചർ ക്ലബ് റബേക്ക സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. റബേക്കയുടെ സ്കൂള് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേച്ചർ ക്ലബ്ബാണ്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ മോർണിംഗ് അസംബ്ലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതാനാണ്, ഒരു അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? ഗുഡ് മോർണിംഗ് ടു ഓൾ, ഐ ആം റബേക്ക ഓഫ് ക്ലാസ് 5. എന്താണ്? ഞാൻ റബേക്ക 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടുഡേ ഐ ആം ഹിയർ ടു ഷെയർ ഹാപ്പി ന്യൂസ് വിത്ത് യു, ദാറ്റ് ഈസ് അവർ നേച്ചർ ക്ലബ്. എന്താണ്? ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനാണ് നേച്ചർ ക്ലബ്ബുമായി ബന്ധപ്പെട്ടത്. ദ ടീം ഗേൾസ് അക്കാദമി ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റ്. എന്താണ്? ടീം ഗേൾസ് അക്കാദമി ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം ഓൺ 28 November 2024 ഫ്രം 10 AM to 1 PM. അപ്പോൾ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 2024 November 28 10 മണി മുതൽ 1 മണി വരെയാണ്. ദ ചീഫ് ഓഫ് ദ മസായ് കമ്മ്യൂണിറ്റി വിൽ ഇനാഗ്രേറ്റ് ദ ഫെസ്റ്റ്. അപ്പോൾ ഈ മസായ് കമ്മ്യൂണിറ്റിയിലെ ചീഫാണ് ഈ ഒരു ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. വി വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ദ നോട്ടീസ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദ സ്കൂൾ നോട്ടീസ് ബോർഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നോട്ടീസ് സ്കൂൾ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നും പറയാണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ന്യൂസ് റിപ്പോർട്ടാണ്. ദ എക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ പ്ലാന്റഡ് സാപ്ലിങ്സ് ഓൺ ദ സ്കൂൾ പ്രിമിസസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിങ്സ് ടു ദ സ്റ്റുഡൻസ് ഓൺ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിൽ കുറച്ച് തൈകളൊക്കെ വിതരണം ചെയ്യുകയാണ്. ആരാണ്? ദ എക്കോ ക്ലബ്ബാണ് വിതരണം ചെയ്യുന്നത്. എ റാലി വാസ് ഓൾസോ ഹെൽപ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ വെള്ളം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൊണ്ട് കുറച്ച് അതിനെക്കുറിച്ച് റാലിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദ പ്രോഗ്രാം വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദ വാർഡ് മെമ്പർ. അപ്പോൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വാർഡ് മെമ്പറാണ്. പ്രിപ്പയർ ചെയ്യുക ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അറ്റ് KM സ്കൂൾ. ഓക്കെ, കണ്ണൂർ. KM സ്കൂൾ സെലിബ്രേറ്റഡ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വിത്ത് സോ മെനി ആക്ടിവിറ്റീസ്. എന്താണ്? KM സ്കൂൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസോട് കൂടിയിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ദ പ്രോഗ്രാം വാസ് ഇനാഗ്രേറ്റഡ് ബൈ വാർഡ് മെമ്പർ ശ്രീ ജോസ്. അപ്പോൾ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ജോസാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്കൂൾ എക്കോ ക്ലബ് ഗ്രീൻ ലീഫ് സ്റ്റുഡൻസ് പ്ലാന്റഡ് സാപ്ലിങ്സ് ഓൺ ദ സ്കൂൾ പ്രിമിസസ് ആൻഡ് മെഡിക്കൽ പ്ലാന്റ് സാപ്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ്? എക്കോ ക്ലബിൻ്റെ കീഴിൽ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും തൈകൾ വിതരണം ചെയ്യുകയും മെഡിക്കൽ പ്ലാന്റുകളും തൈകളും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. എ റാലി വാസ് ഓൾസോ ഹെൽപ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കൺസേർവ് വാട്ടറിന് വേണ്ടിയിട്ട് ഒരു റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് എഴുതേണ്ടത്. റിപ്പോർട്ട് എഴുതുമ്പോൾ സ്ഥലം കൊടുക്കണം, അതുപോലെ തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി ആക്ടിവിറ്റി നമ്പർ 5 ആണ്, ഒരു കോൺവെർസേഷൻ ആണ്. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷി കണ്ടിന്യൂഡ് ദ ജേണി. എന്താണ്? ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് നമ്മുടെ ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അങ്ങനെയായിരുന്നു അവർ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ ആ ഒരു ഷൈനി ന്യൂ എഞ്ചിനെ കണ്ടുമുട്ടുകയുണ്ടായി. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കും? ഷൈനി പറയാണ്, ഹേ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ലിറ്റിൽ ട്രെയിൻ, ഹോ ഇറ്റ്സ് യു, ഇത് നീയാണോ? ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സംവൺ. എന്താണ്? എനിക്ക് മറ്റുള്ള ഒരാളുടെ ഹെൽപ്പ് കിട്ടി. ഷൈനി, ഹു ഹെൽപ്ഡ് യു? ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? ലിറ്റിൽ ട്രെയിൻ എന്താ പറയുക? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ അല്ലേ? ലിറ്റിൽ ബ്ലൂ എഞ്ചിനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷൈനി, വാട്ട്? എന്ത്? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ? ആർ യു ജോക്കിംഗ്?
ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിനോ, നിങ്ങൾ തമാശ പറയാനോ? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ് യെസ് ഷീ ഈസ്, അവർ തന്നെയാണ്. ഷി പുൾഡ് മീ വിത്ത് ഓൾ ഹെർ മൈറ്റ്, എന്താണ് അവരുടെ എല്ലാ കഴിവും വെച്ചുകൊണ്ട് അവരെന്നെ പുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൈനി ഐ കാൺ ബിലീവ് ദിസ്, എന്താണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. എക്സാമിന് മുന്നേ ആയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.